ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വ്ളോഗുമായിട്ടാണ്. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യണം. അപ്പോൾ ശരി, ആദ്യം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് മട്ടൺ ഫ്രൈ റെസിപ്പിയാണ്. ഇതൊക്കെ വരുമല്ലോ, അപ്പോൾ ഇതിന് നല്ല സ്പെഷ്യലായിട്ട് മട്ടൺ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു റെസിപ്പി ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പ്രഷർ കുക്കറിലേക്ക് 1 കിലോ മട്ടൺ നന്നായിട്ട് കഴുകിയിട്ട് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്, വല്ലാണ്ട് ചെറുതാക്കിയിട്ടില്ല. നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഞാനിവിടെ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ മട്ടൻ ഒന്ന് കുഴച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ 1/2 ടീസ്പൂണ് വലിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. വലിയ ജീരകത്തിൻ്റെ പൊടി ആയാലും കുഴപ്പമില്ല, വലിയ ജീരകം ആയാലും കുഴപ്പമില്ല. എന്നിട്ടെല്ലാം കൂടി കുഴച്ചെടുത്ത ശേഷം നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഈ മട്ടനിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും ചൂടായി കിട്ടുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം, അതിൽ കൂടുതലാവേണ്ട, വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. മട്ടൺ പലതും പല വേവ് ആയിരിക്കും. ചില മട്ടൺ 5-6 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ 3 വിസിൽ വന്നാൽ തന്നെ ഏകദേശം വെന്തിട്ടുണ്ടാവും. പിന്നെ ബാക്കി നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുവാണല്ലോ. അപ്പോൾ അതവിടെ നിന്നിട്ട് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറെ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. പിന്നെ ഈ ഒരു മട്ടൺ ഫ്രൈയിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ആട്ടോ എടുക്കുന്നത്. ചെറിയ ഉള്ളിയും ഒരു സവാളയുടെ ചെറിയൊരു കഷ്ണമാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തിയിലോട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി അവിടെ ചുട്ടെടുക്കുന്നുമുണ്ട്. പിന്നെ ചെറിയുള്ളി ഒരു കപ്പൊക്കെ എടുക്കുക. അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. 1 കിലോ മട്ടണിലേക്ക് ആവശ്യമുള്ള ചെറിയുള്ളി എടുക്കുക. ഞാനത് അത്രയും എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും വേണം. പിന്നെ സവോളയുടെ ഒരു 1/2 കഷ്ണം സവോളയും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ നമുക്കതിലേക്ക് സവോള ചെറുതായിട്ട് അതിനകത്തും ചേർത്ത് കൊടുക്കുക. സവോള ഒക്കെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു മസാല കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടാവണ്ട, എന്നാൽ പറ്റ കുറഞ്ഞും പോകരുത്. അപ്പം ചെറിയ ഉള്ളിയും സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് 1 ഇട്ടിട്ടുള്ളൂ. എരിവ് കുഴപ്പമില്ലാത്തവർക്ക് 2-3 ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ മട്ടന് പ്രഷർ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും ചേർത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മട്ടൻ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി 1 മതി. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവം വേണം. നമ്മുടെ ഈ ഒരു മസാല റെഡിയായിട്ട് ഈ ഒരു പരുവമാവണം കേട്ടോ. ആ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പ്രഷർ കുക്കറിൽ പ്രഷറൊക്കെ നന്നായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. നമ്മൾ മട്ടൻ ഒരു 3 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളത്തോട് കൂടിയിട്ട്, ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ, നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കാതിട്ട് പോലും വെള്ളം ഇത്രയുണ്ട്. വെള്ളത്തോട് കൂടിയിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് കുക്കാവുന്ന സമയം കൊണ്ട് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുവാണ്. അപ്പോൾ മട്ടനിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ലാസ്റ്റാട്ടോ കുരുമുളക് പൊടി ചേർക്കുന്നത്. കാരണം ഒന്നാമത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അവിടെ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടണമെങ്കിൽ ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്ന ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൽ അത്യാവശ്യം വെള്ളം വറ്റാനുണ്ട്. നല്ലോണം ഡ്രൈ ആയിട്ട് ഓരോ
മട്ടനിലും നന്നായിട്ട് മസാലയൊക്കെ കോട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ചൊരു ഗ്രേവി അവിടെ വെക്കുന്നുണ്ട്, കാരണം നമ്മൾ ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഗ്രേവി വേണമല്ലോ അത് കഴിക്കണമെങ്കിൽ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വറവിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെക്കുവാണ്. ആ ഒരു മണവും ഇതൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ ഫ്രൈ അവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് നല്ലൊരു ഈദിൻ്റെ ഡ്രിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡ്രിങ്കും പിന്നെ ഫ്രൂട്ട്സും ആയിരുന്നു ഇഫ്താറിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഈ ഒരു ഫുഡ് കഴിക്കുന്നത്. അപ്പം ഫുഡൊക്കെ കഴിച്ച് വേഗം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മളിപ്പോൾ പോകുന്നത് PCR ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉമ്മൽക്കുവേനി തന്നെയാണ്, ഡ്രൈവ് ത്രൂ PCR ടെസ്റ്റാണ്. അപ്പം നമ്മൾക്കുള്ള സ്ലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 9 മണി മുതൽ 9:15 വരെ ആയിരുന്നു. 9 മണിക്ക് എത്തിയപ്പോഴേക്കും നല്ല റഷായിരുന്നു, ഭയങ്കര വലിയ ക്യൂ ഒക്കെ ആയിരുന്നു. ഇൻഷാ അല്ലാ ഞാൻ എന്തിനാണ് PCR ടെസ്റ്റ് എടുത്തതെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വ്ളോഗ്സിലൊക്കെ പറയാം. കാരണം ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, അപ്പം അതിൻ്റെ ഒരു ടെൻഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ പറയാം, അതായിരിക്കും നല്ലത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡ്രൈവ് ത്രൂ PCR ടെസ്റ്റ് എടുക്കുന്നത്. അതായത് നമ്മൾ വണ്ടിയിൽ ഇരുന്നാൽ മതി, വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവരെടുത്ത് പോവും. എനിക്കും റീനും ഇക്കാക്കുമാണുള്ളത്, റോസൂനും ഇല്ല കേട്ടോ. ഇപ്പം കുറേ തവണ എടുത്തിട്ടുണ്ട്. നമ്മൾ നാട്ടിലേക്ക് പോകാനും അതുപോലെ നാട്ടിൽ നിന്ന് വരാനും ഇവിടെ നിന്നും അങ്ങനെയൊക്കെ കുറേ തവണ PCR ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും നമുക്കത് ആ ഒരു ഫീൽ അറിഞ്ഞതുകൊണ്ട് തന്നെ ഒരു ടെൻഷനാണ്. അവിടെ എത്തുന്ന സമയത്ത് എടുക്കാൻ നേരം ഒരു ടെൻഷനാണ്.
അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞു. ഇനി റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്തായാലും അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം എപ്പോഴും ഒരേപോലത്തെ വീഡിയോസ് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് എടുത്തിട്ടില്ല. പക്ഷേ റോസിനൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. കുറേ കാലമായിട്ട് റോസ് ഇങ്ങനെ പപ്പാൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. 100 സംതിങ് ആയിരുന്നു ഇതിൻ്റെ ശരിക്കുള്ള റേറ്റ്. പക്ഷേ അതിന് എന്തോ ഒരു ഓഫർ ഉണ്ട്, 79 അങ്ങനെ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം അത് വാങ്ങിച്ചു. കുറേ ആയിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. റോളർ സ്കേറ്റ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. റോസിന് ഇതുപോലത്തെ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പഠിച്ച് വരുവാണ്. അപ്പോൾ അതിലിപ്പം പെട്ടതാണ് ഒരെണ്ണം ഇത്. പിന്നെ സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മൾ നിർബന്ധിക്കണം, അവളെ പിന്നാലെ നടക്കണം, പഠിക്കുന്നൊക്കെ. ഇതൊന്നും പിന്നെ പറയേണ്ടൊന്നും ആവശ്യമില്ല, അവളെ ഇൻട്രസ്റ്റിൽ അവർക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഇതിങ്ങനെ കണ്ടെന്നല്ലാണ്ട് അവൾക്ക് ഇത് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ്. പക്ഷേ കയ്യിലൊന്നും പിടിക്കാനൊന്നും സമ്മതിക്കുന്നില്ല, ഒറ്റയ്ക്ക് നടക്കുന്നുള്ള വാശിയില്ല കേട്ടോ. തിരിച്ചോ റോസു, അതൊന്നും നോക്കില്ലേ, ശരിക്കും ഇങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ നോക്കട്ടെ. അത് പറഞ്ഞ് വേറെ കളിക്കരുത്, ഫുൾ കോൺസെൻട്രേഷൻ കേട്ടോ. തലടിച്ച് വീണ ഞാൻ അറിയില്ല കേട്ടാ. തമാശ കളിക്കില്ല, പതുക്കെ. ഓക്കെ, കുഞ്ഞിക്ക് ഓക്കെ. പോട്ടെ പോട്ടെ പോട്ടെ. എന്താ പറഞ്ഞു വരുന്നത്? നീ ഇമ്മാനോട് സംസാരിക്കാൻ നോക്കുന്നത്, നീ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലേട്ടാ. ഇപ്പോൾ പുറത്ത് പോയി വന്ന ശേഷം കുറേ ദിവസമായിട്ട് ഇപ്പം ഈ KFC ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അത് കഴിക്കാനുള്ളൊരു മൂഡുണ്ടായിരുന്നു. KFC എല്ലാം ഇപ്പോൾ ഉണ്ടാക്കുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. ഞാൻ മുമ്പ് ഒരു അൽഹാദി സ്പൈസസ് ബ്രോസ്റ്റഡ് പൗഡർ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു വീഡിയോ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു സ്പൈസ് പൗഡർ വെച്ചിട്ട് നല്ല ഈസിയാണ് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പൊടിയുണ്ട്, ആ പൊടിയിൽ ചിക്കന് ഡിപ്പ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ ഈ ഒരു പൊടിയിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കാനൊന്നുമില്ല. അപ്പം അതിൻ്റെ ആ ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിത് കഴിക്കുന്ന സമയത്ത്. അപ്പം പുറത്ത് പോയി വന്ന പാട് കഴിക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പം റോസിൻ്റെ റോളർ സ്കേറ്റ്സിൻ്റെ പിന്നാലൊക്കെ കുറേ നടന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നത്. ഞാൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കിയത്. 12 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയൊക്കെ ആയിരുന്നു.
പിന്നെ നോക്കിയില്ല, നമ്മളിപ്പോൾ പിന്നെ അത് കേട് വരുമല്ലോ ചിക്കൻ, അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഫ്രൈ ചെയ്തെടുത്തു. 12 മണി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ബ്രോസ്റ്റഡൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ആകെ ഒരുമാതിരി ആവും. അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ കഴിക്കാനത് മറ്റാളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പഠിക്കാൻ. അപ്പോഴേക്കും ഡാൻസാണ് കളിക്കുന്നത്. പിന്നെന്താ, ഒരു ഈദ് സ്പെഷ്യൽ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ മലബാറി കോക്കനട്ട് ഓയിലിൽ നിന്ന്. ഞാൻ ഇതിൻ്റെ റിവ്യൂ വീഡിയോ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രഗ്നൻസി ടൈമിലാണെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണ കൊണ്ടുവരാറുണ്ട്. അപ്പം അത് കഴിയുന്ന സമയത്ത് ഞാൻ ഈ മലബാറി കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യാറ്. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അവർ ഈദും ക്രിസ്മസും അങ്ങനെ ഓരോ ഒക്കേഷൻസിലൊക്കെ അവരിങ്ങനെ ഗിഫ്റ്റ് അയക്കാറുണ്ട് എനിക്കിപ്പോഴും. ഇത് അവരുടെ പുട്ടുപൊടിയാണ്, അവരുടെ ബ്രാൻഡിൻ്റെ, അതും അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വ്ളോഗുമായിട്ട് വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.